الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. മാനസികമായി ആ റമളാനിനെ സ്വീകരിക്കുവാനും പരമാവധി പ്രയോജനപ്പെടുത്തുവാനും നാം തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു തരുമ്പോൾ ആവർത്തിച്ചു പറഞ്ഞ ഒരു വിശേഷണമാണ് പടച്ചറബിന്റെ റിഫ്ഖും ലുത്ഫും റഅഫത്തും റഹ്മത്തുമൊക്കെ. അഥവാ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചും അവന്റെ കനിവിനെ സംബന്ധിച്ചും സൗമ്യതയെ സംബന്ധിച്ചുമൊക്കെ ഖുർആനിലും ഹദീസുകളിലുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും.
അള്ളാഹു നമ്മളോട് ഏറെ കനിവും കാരുണ്യവും ഉള്ളവനാണ് എന്നാണ് അതിന്റെ താല്പര്യം. അള്ളാഹു റഫീഖും ബിഇബാദിഹി വറഊഫും ബിഇബാദിഹി. അള്ളാഹു അവന്റെ അടിമകളോട്, സൃഷ്ടികളായ നമ്മളോട് അങ്ങേയറ്റം കനിവും കാരുണ്യവും ഉള്ളവനാണ്. സൗമ്യത അവന്റെ ഒരു സ്വഭാവമാണ്. അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളും ശാസനകളും ഒക്കെ പരിശോധിച്ചാൽ അത് നമുക്ക് കാണുവാൻ സാധിക്കും. ഫറളായൊരു കാര്യം അള്ളാഹു നമ്മളോട് കൽപ്പിക്കുമ്പോൾ തന്നെ അത് നോമ്പിന്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ നിസ്കാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒറ്റയടിക്ക് അതങ്ങ് നടപ്പിലാക്കുകയായിരുന്നില്ല. നമ്മുടെ അവശതകളും ദുർബലതകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പടച്ചറബ് പടിപടിയായിട്ടാണ് ആ നിയമം നമ്മളിലേക്ക് പൂർത്തീകരിച്ചത്. അതേപോലെ ഹറാമായ ഏതെങ്കിലും കാര്യങ്ങൾ നിഷിദ്ധമാക്കുന്ന വിഷയത്തിലാണെങ്കിൽ, വിലക്കുന്ന കാര്യത്തിലാണെങ്കിലും മദ്യത്തിന്റെ നിരോധനം നമുക്കൊക്കെ അറിയാവുന്നതാണ്. പടിപടിയായിട്ട് പടച്ചറബ് അത് നമ്മിൽ നിന്ന് പാടില്ലാത്തതാണ്, അരുതായ്മയാണ്, അതിന്റെ ഗുരുതരമായ ദോഷങ്ങളെ സംബന്ധിച്ചൊക്കെ ഉണർത്തി അതിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചു കൊണ്ടുവന്നു. സൗമ്യതയും ആർദ്രതയുമുള്ള മനുഷ്യപ്പറ്റുള്ള ഒരു പ്രവാചകനെ നിയോഗിച്ചതും അള്ളാഹുവിന്റെ റിഫ്ഖിന്റെയും റഅഫത്തിന്റെയും റഹ്മത്തിന്റെയും ഭാഗമാണ്. മുൻ വേദഗ്രന്ഥങ്ങളിലടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വേദപണ്ഡിതനാണ്. അദ്ദേഹം മുൻ വേദങ്ങളെ സംബന്ധിച്ച് അറിയുന്ന, തൗറാത്തും ഇഞ്ചീലും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹം പറയുന്നു, ഇന്നഹു റആ സിഫത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ കുതുബിൽ മുതഖദ്ദിമ. മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ അദ്ദേഹം വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രയോഗം അന്നഹു ലൈസ ബിഫദ്ലിൻ വലാ ഗലീദിൻ. പരുഷമായി സംസാരിക്കുന്നവനോ അതേപോലെ കഠിന ഹൃദയനായി പരുക്കൻ സ്വഭാവത്തോടുകൂടി പെരുമാറുന്നവനോ ആയിരുന്നില്ല. വലാ സഖാബിൻ ഫിൽ അസ്വാഖ്. അങ്ങാടികളിൽ ഒച്ചയിടുന്ന രീതിയും പ്രവാചകനില്ല. വലാ യുജ്സി ബിസ്സയ്യിഅതി സയ്യിഅത്. തിന്മയെ തിന്മകൾ കൊണ്ടല്ല പ്രവാചകൻ പ്രതികരിച്ചിരുന്നത്. വലാകിൻ യഅഫു വയസ്ഫഹ്. മാപ്പാക്കുകയും വിട്ടുവീഴ്ചയും ഒക്കെ ചെയ്യുക എന്നത് ആ പ്രവാചക തിരുമേനിയുടെ വിശിഷ്ടമായ സ്വഭാവങ്ങളായിരുന്നു എന്ന് മുൻ വേദഗ്രന്ഥങ്ങളിൽ കണ്ട് മനസ്സിലാക്കിയ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. കുടുംബങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിലുമൊക്കെ വിള്ളലില്ലാതെ ബന്ധങ്ങൾ ഊഷ്മളമായി നിലനിർത്തുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു നല്ല ഗുണം നമ്മളും ആർജിക്കേണ്ടതുണ്ട്. അതായത് ഹൃദയത്തിന്റെ കാഠിന്യം ഒഴിവാക്കി സംസാരത്തിന്റെ പരുക്കൻ ശൈലികളും രീതികളും മാറ്റി സൗമ്യമായി പെരുമാറുവാനും ഇടപഴകുവാനും സാധിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ട പല കാര്യങ്ങളും സാന്ദർഭികമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിന്റെ കാഠിന്യത്തെ സംബന്ധിച്ച് വേവലാതി പറഞ്ഞ, അതൊരാവലാതയായി പ്രവാചകന്റെ അടുക്കൽ പറഞ്ഞ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇംസഹ് റഅസൽ യതീം. നീ അനാഥയുടെ തല തടവണം, അവന് നീ ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്യണം. വഅത്ഇമിൽ മിസ്കീൻ. പാവപ്പെട്ട സാധുവായ ആളുകൾക്ക് നീ ഭക്ഷണം കൊടുക്കണം, തിന്നാൻ കൊടുക്കണം. എങ്കിൽ നിന്റെ ഹൃദയത്തെ അത് ലോലമാക്കും. ആ കാഠിന്യമുള്ള ഹൃദയത്തിന്റെ പാറ പോലെയുള്ള പരുക്കൻ സ്വഭാവത്തെ അത് നേർത്തതാക്കി നൈർമല്യമുള്ളതാക്കി മാറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതേപോലെ അത്തരത്തിലുള്ള നല്ല സ്വഭാവങ്ങൾ ആർജിച്ചെടുക്കുവാൻ വേണ്ടി പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ വീടുകളിൽ ഭാര്യയോടും മക്കളോടും എല്ലാം പെരുമാറുന്ന, സംസാരിക്കുന്ന ശൈലിയും രീതിയുമൊക്കെ ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടുവാൻ പാകത്തിനുള്ള വാക്കുകളും പെരുമാറ്റങ്ങളുമാകും. പിന്നീട് നമുക്കതൊരു കുറ്റബോധവും ഖേദവും ഒക്കെയായി മാറാറുണ്ടെങ്കിലും അങ്ങനെ ഒരു മോശമായ അവസ്ഥയിലേക്ക് നമ്മുടെ വാക്കും സ്വഭാവങ്ങളും മാറിപ്പോകാതിരിക്കാൻ, ബന്ധങ്ങൾ മുറിഞ്ഞു പോകാതിരിക്കാൻ, നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി മാറാൻ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്. അല്ലാഹുവേ, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് എന്നെ നീ വഴി നടത്തേണമേ. ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത.
ആ നല്ല സ്വഭാവത്തിലേക്ക് പടച്ച റബ്ബേ നീയല്ലാതെ ആരും എന്നെ കൈപിടിച്ചു കൊണ്ടുപോകുവാനില്ല. അതുകൊണ്ട് ആ നല്ല സ്വഭാവങ്ങളുടെ എല്ലാം ഉടമയാക്കി നന്മയുടെ വക്താവാക്കി എന്നെ നീ മാറ്റണമേ. വസ്രിഫ് അന്നി സയ്യിഅഹ, ദുസ്വഭാവത്തിന്റെ എല്ലാ കണങ്ങളിൽ നിന്നും കണികകളിൽ നിന്നും എന്നെ നീ തിരിച്ചു കളയണമേ. ദുസ്വഭാവത്തിന്റെ ഒന്നും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ, ലാ യസ്രിഫു അന്നി സയ്യിഅഹ ഇല്ലാ അൻത, നീയല്ലാതെ ആ ദുസ്വഭാവങ്ങളെ എന്നിൽ നിന്ന് മാറ്റി പരിശുദ്ധമായ നല്ല സ്വഭാവത്തിന്റെ ഒരു ഉടമയായി, ഒരു മാതൃകാ വിശ്വാസിയായി ജീവിക്കാൻ തൗഫീഖ് നൽകാൻ വേറെ ആരെ കൊണ്ടും സാധിക്കുകയില്ല എന്ന ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുറച്ച് യഹൂദികളായ ജൂതന്മാരായ ആളുകൾ വന്നു. അവരുടെ കുതന്ത്രത്തിന്റെയും മനസ്സിന്റെ ആ മോശം അവസ്ഥയെയും പ്രതിഫലിപ്പിക്കുന്ന പ്രതികരണമുണ്ടായി അവർ പറഞ്ഞു, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്സലാമു അലൈക്കും, അതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ നശിക്കട്ടെ, നിങ്ങൾ തുലയട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ബാഹ്യമായി പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കേട്ടാൽ അസ്സലാമു അലൈക്കും എന്ന് വിശ്വാസികൾ മുസ്ലിങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു വാക്കാണ് എന്ന് തോന്നിപ്പിക്കുന്ന, എന്നാൽ അതിന്റെ ഉള്ളിൽ വിഷം മറച്ചു വെക്കുന്ന ജൂതന്റെ തനി സ്വഭാവം കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് പറഞ്ഞപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവിടെയുണ്ട്. അവർ ആ വാക്കുകൾ ശ്രദ്ധിച്ചു. അവർക്ക് ദേഷ്യം, കോപമടക്കാനായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞ ആ ജൂതന്മാരോട് പറഞ്ഞു, വഅലൈക്കുമുസ്സാമു വല്ലഅന, നിങ്ങൾക്കാണ് സർവനാശവും സർവശാപവും, പ്രവാചകനല്ല എന്ന് രോഷാകുലയായി സംസാരിച്ചു മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്ലൻ യാ ആയിഷ, ആയിഷ അല്പം ഒന്ന് സാവകാശം കാണിക്കൂ, അത്രക്ക് ദേഷ്യപ്പെട്ട് പ്രതികരിക്കേണ്ടതില്ല. ഇന്നല്ലാഹ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലി, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയത്തിലും ഒരു സോഫ്റ്റ്നെസ്, ഒരു മൃദുലതയും അതേപോലെ തന്നെ സൗമ്യതയുമാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, പ്രവാചകരെ അങ്ങ് കേട്ടില്ലേ അവർ പറഞ്ഞത്? അവർ അസ്സലാമു അലൈക്കും എന്നല്ല പറഞ്ഞത്, അസ്സാമു അലൈക്കും എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ ഞാൻ കേട്ടു, ഞാൻ എന്താണ് തിരിച്ചു പറഞ്ഞത് എന്ന് നീ ശ്രദ്ധിച്ചോ? വ അലൈക്കും, നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്. നല്ലതാണ് അവർ ഉദ്ദേശിച്ചതെങ്കിൽ നല്ലത് നിങ്ങൾക്കുണ്ടാകട്ടെ, മോശമാണ് അവർ ഉദ്ദേശിച്ചതെങ്കിൽ അത് അതേപോലെ നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രതികരിച്ചത്. അതല്ലാതെ അതിലും അതിര് വിട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം അത് നല്ലതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വയുഅതി അലൽ റിഫ്ഖി മാ ലാ യുഅതി അലൽ ഉൻഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരുഷതക്ക് നൽകാത്ത പല പ്രത്യേക പ്രാധാന്യവും പല ഗുണങ്ങളും ആ നൈർമല്യത്തിന്, സൗമ്യതക്ക്, ആ സോഫ്റ്റ്നെസ്സിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ സൗമ്യതയും ആർദ്രതയും കാരുണ്യവും വാത്സല്യവും ഒക്കെ ആരിലുണ്ടോ അവർക്ക് നേടിയെടുക്കുവാൻ പറ്റുന്ന ഒന്നും അതല്ലാത്ത സ്വഭാവത്തിന്റെ ഉടമകൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. കാരണം മറ്റൊന്നിനും നൽകാത്ത പ്രത്യേകമായ സ്വാധീനവും നന്മകളും അള്ളാഹു ഈ നല്ല സ്വഭാവത്തിന് നൽകിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ഹദീസ് പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റ് മതസ്ഥരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവർ പ്രവാചകനെ ആക്ഷേപിക്കുവാനും ചീത്ത പറയാനും വന്നതല്ല. പക്ഷെ അവരുടെ സ്വാഭാവികമായ മനസ്സിന്റെ ആ വിഷം അവർ അവിടെ പ്രകടിപ്പിച്ചു എന്നല്ലാതെ പല കാര്യങ്ങളിലും വരാറുണ്ട്, പല വിഷയങ്ങളും ചോദിക്കാറുണ്ട്, ഉപദേശങ്ങൾ തേടാറുണ്ട്. പക്ഷേ അത് സാധിക്കണമെങ്കിൽ, നമ്മളെ അങ്ങനെ നമ്മുടെ ആദർശക്കാര് തന്നെ സ്വീകരിക്കണമെങ്കിൽ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നന്നാകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അങ്ങനെ ഒരു ബന്ധമുണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെ ആളുകൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ഇന്ന് പൊതുവിലുള്ള അവസ്ഥ കണ്ടാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭാര്യയും മക്കളും മാതാപിതാക്കളും ഭർത്താവും അതേപോലെ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങളിൽ തന്നെ സൗമ്യതയും കാരുണ്യവും വാത്സല്യവും ഒക്കെ അന്യം നിന്നു പോകുന്ന കാലഘട്ടത്തിൽ, അതിനുമപ്പുറത്ത് കണ്ടാൽ പുഞ്ചിരിക്കുവാൻ പഠിപ്പിച്ച ഇസ്ലാം സത്യവിശ്വാസികളെ പരസ്പരം കണ്ടാൽ സലാം പറയണം, അവർക്ക് കൈകൊടുക്കണം എന്നൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചതെങ്കിൽ, ഒന്ന് പുഞ്ചിരിക്കുവാനും സലാം പറയുവാൻ പോലും മടിയുള്ള ആളുകൾ
ഇന്ന് എമ്പാടുമുണ്ട്. അതിനേക്കാൾ സങ്കടകരമാണ് മതപ്രബോധന വേദികളിൽ പോലും സംസാരിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകൾ, അവരെ കേൾക്കുന്ന ആളുകളൊക്കെ അവരുടെ ശത്രുക്കളാണ് എന്ന രീതിയിൽ സംസാരിക്കുന്ന മോശമായൊരു ശൈലി. നസീഹത്തിന്റെ, താൻ പറയുന്നത് ഹക്കാണെങ്കിൽ അത് മറ്റുള്ളവർ സ്വീകരിച്ചു കാണാമെന്നുള്ള ഒരു ഗുണകാംക്ഷ, സൗമ്യതയോടുകൂടിയുള്ള ഒരു സംസാരം, അത് പലപ്പോഴും പ്രബോധകന്മാരിൽ നിന്ന് പോലും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ദുരന്തം എത്രയായിരിക്കും? ഫിർഔനിന്റെ അടുക്കലേക്ക് അള്ളാഹു പറഞ്ഞയച്ച 2 പ്രവാചകന്മാരാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും. 2 പ്രവാചകന്മാർ. ആ ഫിർഔനാകട്ടെ അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷിതാവ്, റബ്ബ് എന്ന് പറഞ്ഞ് ദിവ്യത്വം അവകാശപ്പെട്ട ഏറ്റവും വലിയ തെമ്മാടിയും പോക്കിരിയും സ്വേച്ഛാധിപതിയുമായ ഒരു ഭരണാധികാരി. അയാളുടെ അടുക്കലേക്ക് പോകുമ്പോൾ പ്രബോധകന്മാരായ പ്രവാചകന്മാരായ ഇവരോട് 2 പേരോടും അള്ളാഹു കൊടുക്കുന്ന ഉപദേശം ലോകാവസാനം വരെ വിശ്വാസികൾക്ക് പാഠമായി ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ, നിങ്ങൾ 2 പേരും ഫറോവയുടെ അടുക്കലേക്ക് പോകണം, അയാൾ അതിക്രമം കാണിച്ചിരിക്കുന്നു, അതിര് വിട്ടിരിക്കുന്നു. എന്നിട്ടോ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, നിങ്ങൾ 2 പേരും അയാളോട് മാന്യമായി സൗമ്യമായി സംസാരിക്കണം, അള്ളാഹുവിന്റെ മെസ്സേജുകൾ, സന്ദേശങ്ങൾ കൈമാറണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, ഒരുപക്ഷേ അയാൾ ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുകയും ഭയപ്പാടോടുകൂടി സത്യത്തിന്റെ വക്താവായി മാറുകയും ചെയ്തേക്കാം. അള്ളാഹ്ക്ക് അറിയാലോ ഫിർഔൻ ആരാണ് എന്നും ഫിർഔൻ നന്നാകുന്നില്ല എന്നും ഒക്കെ അറിയുന്ന പടച്ചവനാണ് ആ പറഞ്ഞത്. അഥവാ നമ്മുടെ എതിരാളികൾ ആദർശപരമായി നമ്മുടെ എതിർചേരികളിൽ നിൽക്കുന്ന ആളുകളോടാണ് എങ്കിൽ പോലും സംസാരിക്കുമ്പോൾ മാന്യമായി സംസാരിക്കാൻ, അവരുമായിട്ടുള്ള ബന്ധം ആ രീതിയിൽ, പ്രത്യേകിച്ച് ഒരു പ്രബോധകൻ എന്നുള്ള നിലയിൽ, വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി പരിശുദ്ധ ഖുർആൻ ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ദഅവത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഊന്നി പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു, ഇവരെയൊക്കെ ദീനീ ദഅവത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ കൊടുക്കുന്ന ഉപദേശത്തിൽ ഒന്നങ്ങനെയാണ്, യസ്സിറാ വലാ തുഅസ്സിറാ, നിങ്ങൾ 2 പേരും ആളുകൾക്ക് ആയാസം നൽകണം, എളുപ്പമുണ്ടാക്കണം, അവരെ ഞെരുക്കരുത്, പ്രയാസപ്പെടുത്തരുത്. ബശ്ശിറാ വലാ തുനഫിറ, നിങ്ങൾ സുവിശേഷം, സന്തോഷ വാർത്ത അവരെ അറിയിക്കണം, ഒരിക്കലും അവരെ വെറുപ്പിച്ച് മടുപ്പിച്ച് അകറ്റരുത് എന്ന ഉപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായി കാണുവാൻ സാധിക്കും. പ്രവാചകന് ആ രീതിയിൽ അള്ളാഹു അംഗീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സവിശേഷമായ സ്വഭാവം എടുത്തു പറഞ്ഞ ഒരു വചനമാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. സൂറത്ത് ആൽ ഇംറാനിലെ 159-ാമത്തെ വചനം, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, പ്രവാചകരെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്, അനുഗ്രഹം കൊണ്ടാണ് താങ്കൾക്ക് അവരോട് സൗമ്യമായി, സോഫ്റ്റായി പെരുമാറുവാൻ സാധിച്ചത്. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ്, അപ്പൊ പടച്ചറബിന്റെ ആ അനുഗ്രഹം നമുക്കും കിട്ടുവാൻ നമ്മൾ ആത്മാർത്ഥമായി കൊതിക്കുകയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നേരത്തെ നമ്മൾ കേട്ടതുപോലെ അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് റബ്ബേ നീ എന്നെ കൊണ്ടുപോകണമേ. ഭാര്യയുമായി സംസാരിക്കുമ്പോൾ, മാതാപിതാക്കളുമായി ഇടപഴകുമ്പോൾ, അയൽവാസികളുമായി കൂട്ടുകൂടുമ്പോൾ, സുഹൃത്ത് വലയങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം നന്മയുടെ പ്രതീകമായി, അനുഗ്രഹത്തിന്റെ കുളിർക്കാറ്റ് അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ സൽസ്വഭാവികളാക്കി മാറ്റേണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ്, പ്രവാചകരെ താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ, താങ്കളുടെ പെരുമാറ്റത്തിലും വർത്തമാനങ്ങളിലും ആളുകൾക്ക് ഒരു റഫ്നെസ്, ഒരു പരുഷതയും ഒരു കാഠിന്യവുമാണ് ആളുകൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ ലം ഫദ്ദു മിൻ ഹൗലിക്, അവർ താങ്കളുടെ ചുറ്റിൽ നിന്നും ഓടി അകലുമായിരുന്നു, ഒരിക്കലും താങ്കളിലേക്ക് അവർ കടന്നു വരുമായിരുന്നില്ല. പക്ഷേ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു തവണ കണ്ട ആളുകൾക്ക്, പ്രവാചകനുമായി അല്പനേരം സമയം വിനിയോഗിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരം നടത്തിയ ആളുകൾക്ക് ഇനിയും ഒന്ന് കാണണം, ഇനിയും അവിടെ ചെലവഴിക്കണം, ഇനിയും അവിടെ ചെല്ലണം എന്നുള്ള ഒരു വല്ലാത്ത ഒരു മാഗ്നറ്റിക് പവർ
ഒരു കാന്തികമായ വലയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളിൽ പെരുമാറ്റങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പ്രവാചക തിരുമേനിയെ അനുഭവിച്ചറിഞ്ഞ ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലംഫല്ലു മിൻ ഹൗലിക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഥവാ വിശ്വാസികളായ നമ്മളോടെല്ലാം അല്ലാഹു പറഞ്ഞതാണ് ഫഅഫു അൻഹും, അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി നീ പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടണം. വശാവിറുഹും ഫിൽ അംർ, അവരുടെ കാര്യങ്ങളിൽ അവരുമായി ശൂറ നടത്തണം, കൂടിയാലോചന നടത്തണം. അവരെ അംഗീകരിച്ച് അവരെ ബഹുമാനിച്ച് ആദരിച്ച് എല്ലാമുള്ള പെരുമാറ്റത്തിന്റെ രീതിയാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഒരു കാര്യം ഇനി നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം ഇങ്ങനെയാകണമെന്ന് നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം റബ്ബിൽ തവക്കുലാക്കണം, ബരമേൽപ്പിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തവക്കിലീൻ. നമ്മുടെ ചെയ്തികൾക്കപ്പുറം, നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും പ്ലാനിങ്ങുകൾക്കും അപ്പുറം അള്ളാഹുവിന്റെ തീരുമാനമാണ് നടക്കുക. അതുകൊണ്ട് റബ്ബിൽ തവക്കുലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. തീർച്ചയായും അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നവരെ അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് ഖുർആൻ അവിടെ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെ ആ നേർസാക്ഷ്യം നമുക്ക് പറഞ്ഞു തരുന്ന പല ചരിത്ര സംഭവങ്ങളുമുണ്ട്. നിരവധി സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ അബ്ബാദ് ഇബ്നു ശുറഹ്ബീൽ എന്ന് പറയുന്ന ഒരു സ്വഹാബി, അദ്ദേഹം തന്നെ പിന്നീട് പറയുന്നു, അസ്വാബത്തിനി സനത്തുൻ, എനിക്ക് വല്ലാത്ത ക്ഷാമവും അതേപോലെ പ്രയാസവും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായി. ഫദഖൽതു ഹായിതം മിൻ ഹീതാനിൽ മദീന, അങ്ങനെ ഞാൻ വിശന്ന് വല്ലാതെ പ്രയാസപ്പെട്ട ദാരിദ്ര്യത്തിന്റെ സന്ദർഭത്തിൽ നടന്നു പോകുമ്പോൾ മദീനയിൽ ഒരു തോട്ടം ഞാൻ കണ്ടു. ആ തോട്ടത്തിനകത്ത് ഞാൻ പ്രവേശിച്ചു. ഫഫരിഖ്തു സുംബുലൻ ഫഅകൽതു, ഞാൻ അങ്ങനെ പാകമായി നിൽക്കുന്ന ഗോതമ്പിന്റെ ചോളത്തിന്റെ നല്ല ഒരു കൊല പൊട്ടിച്ചു. എന്നിട്ട് അതിന്റെ തോല് കളഞ്ഞ് ആ വിശപ്പ് കൊണ്ടൊന്ന് ചൂടാക്കുവാൻ പോലും നിൽക്കാതെ ഞാനത് ഭക്ഷിച്ചു, ആ ധാന്യമണികൾ തിന്നു. വഹമിൽതു ഫീ സൗബി, ബാക്കി കുറെ ഉണ്ടായിരുന്നു, അതിന്റെ വസ്ത്രത്തിൽ ഞാൻ എടുത്ത് ചുരുട്ടി കൊണ്ടുപോകുവാൻ ഭാവിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് ഫജാഅ സ്വാഹിബുഹു ഫളറബനി വഅഖദ സൗബി, അതിന്റെ ഉടമസ്ഥൻ, ആ തോട്ടത്തിന്റെ ഉടമക്കാരൻ വന്നു, എന്നെ കണ്ടു, അയാൾ എന്റെ കൈയോടുകൂടി പിടികൂടി. ഫളറബനി, എന്നെ അയാൾ പൊതിരെ തല്ലി. വഅഖദ സൗബി, എന്റെ വസ്ത്രം അയാൾ പിടിച്ചു വെച്ചു. അഥവാ അയാളുടെ ധാന്യവും എന്റെ വസ്ത്രവും അടങ്ങുന്ന ആ ഭാണ്ഡം, ആ കെട്ടദ്ദേഹം പിടിച്ചു വെച്ചു. ഫഅതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ഈ വിഷയം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിപ്പിച്ചു, തോട്ടത്തിന്റെ ഉടമസ്ഥനെ വിളിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മാ അല്ലംത ഇദ് കാന ജാഹിലൻ, ഇയാൾക്ക് ഈ വിഷയത്തിൽ അങ്ങനെ എടുക്കാൻ പാടില്ല, കൊണ്ടുപോകാൻ പാടില്ല, തിന്നതൊക്കെ അതിന്റെ അപ്പുറത്തേക്ക് പാടില്ല എന്ന ആ വിഷയത്തിൽ അറിവില്ലാത്തവനാണെങ്കിൽ താങ്കൾ എന്തുകൊണ്ട് അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല? വല അത്അംത ഇദ് കാന ജായിഅ, അയാൾ വിശന്നു വലഞ്ഞ ഒരു ദരിദ്രനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നീ അയാൾക്ക് തിന്നാൻ കൊടുത്തില്ല? അപ്പൊ രണ്ട് നിലക്ക് നിന്റെ മേൽ കുറ്റമുണ്ട് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅമറഹു ഫറദ്ദ അലയ്യ സൗബി, അങ്ങനെ തോട്ടത്തിന്റെ ഉടമയോട് ആ വസ്ത്രം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അയാൾ എനിക്ക് തിരിച്ചു തന്നു. വഅഅതാനി വസ്ഖൻ ഔ നിസ്ഫ വസ്ഖിൻ മിൻ തആം, എന്നിട്ട് ഒരു വസ്ത് എന്ന് പറഞ്ഞാൽ 60 സാ എന്നാണ്, അഥവാ ഏകദേശം 120 കിലോ വരും. ഒരു വസ്ത് അല്ലെങ്കിൽ നിസ്ഫ്, അതിന്റെ പകുതി, നിസ്ഫ് വസ്ത്, ഏറ്റവും ചുരുങ്ങിയത് 60 കിലോയെങ്കിലും ധാന്യം എനിക്ക് തരുവാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ വളരെ കാരുണ്യത്തിന്റെ, മനുഷ്യന്റെ അവസ്ഥയും സന്ദർഭവും ഒക്കെ മനസ്സിലാക്കി അവരോട് പെരുമാറുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പള്ളിയിൽ മൂത്രമൊഴിച്ച അഅറാബിയായ മറ്റൊരു മതത്തിന്റെ ആളായ ആ വ്യക്തിയോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ദേഷ്യപ്പെട്ട് പാഞ്ഞെടുത്തപ്പോൾ പ്രവാചക തിരുമേനി അവരെ ശാന്തരാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൂത്രമൊഴിച്ച ഭാഗത്ത് വെള്ളമൊഴിക്കുവാൻ, ഒരു ബക്കറ്റ് വെള്ളമൊഴിക്കുവാൻ വേണ്ടി സ്വഹാബത്തിനെ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട്, നിങ്ങൾ ഒരിക്കലും ഞെരുക്കവും പ്രയാസവും ഉണ്ടാക്കേണ്ടവരല്ല, മാന്യമായ സ്വഭാവത്തിന്റെ, കാരുണ്യത്തിന്റെ, സൗമ്യതയുടെ പ്രതീകങ്ങളായി മാറേണ്ടതാണ്. അങ്ങനെ നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ പെരുമാറ്റങ്ങളിലൂടെ, സ്വഭാവങ്ങളിലൂടെ ആളുകൾ ഇസ്ലാമിനെ അറിയണം എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അയാൾക്ക് വല്ലാത്ത മാനസാന്തരപ്പെട്ടു എന്നാണ്.
അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുവാൻ പോലും ആ ഒരു പെരുമാറ്റം തയ്യാറായി. ഇങ്ങനത്തെ ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല, നിരവധി സംഭവങ്ങൾ പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നത് കർമ്മങ്ങൾ, ഇബാദത്തുകൾ കൂടുതൽ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു രീതിയാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പടച്ചറബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യണം. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കുമാറാകട്ടെ. പെരുമാറ്റങ്ങളിലും വാക്കുകളിലുമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ നന്മകളും ആവാഹിക്കുവാൻ, ആർജിച്ചെടുക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന് അവന്റെ അടിമകളോടുള്ള റിഫ്ഖിന്റെയും റഹ്മത്തിന്റെയും ഭാഗമായി, അവന്റെ കാരുണ്യത്തിന്റെയും കനിവിന്റെയും ഭാഗമായി നമ്മുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് പല ഇളവുകളും മതത്തിൽ അവൻ വകവെച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണമായി നമുക്കറിയാം, വുളൂവിന്റെയും കുളിയുടെയും സന്ദർഭത്തിൽ നിർബന്ധമായി കുളിക്കേണ്ട, നിർബന്ധമായും വുളൂവെടുക്കേണ്ട സന്ദർഭത്തിൽ നമുക്ക് വെള്ളം കിട്ടിയില്ല, അല്ലെങ്കിൽ വെള്ളമുണ്ട് പക്ഷേ ഉപയോഗിക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ പ്രതികൂലമായ രോഗമോ സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞത് ഫതയമ്മമു സ്വഈദൻ ത്വയ്യിബ, ശുദ്ധമായ മണ്ണിൽ അല്ലെങ്കിൽ ശുദ്ധമായ ഭൂമിയുടെ ഏത് പ്രതലത്തിലും അടിച്ചുകൊണ്ട് മുഖവും മുൻകൈയും തടവുന്ന തയമ്മും ചെയ്യുവാൻ പറഞ്ഞത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു ഇളവും കനിവുമാണ്. അതേപോലെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിൽക്കണം, നിന്ന് നമസ്കരിക്കുക എന്നത് ഫർദ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് റുക്കനാണ്. വളരെ ലാഘവത്വത്തോടുകൂടി നിസ്സാരമായി കണ്ടു തള്ളേണ്ട സംഗതിയല്ല. റുക്കുനും മിൻ അർക്കാനി സ്വലാത്ത്, നിസ്കാരത്തിന്റെ റുക്കുനുകളിൽപ്പെട്ട ഒരു നിർബന്ധ ഘടകമാണ് കഴിവുള്ള ആളുകൾ നിന്ന് നിസ്കരിക്കുക എന്നത്. കഴിവില്ലെങ്കിൽ നമുക്കിരിക്കാം. അപ്പോ ശേഷിയുണ്ടായിട്ട് നിന്ന് നിസ്കരിക്കാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്, ഇരിക്കുന്നതിലേക്ക് പോകുവാൻ പാടില്ല എന്നർത്ഥം. എന്നാൽ ന്യായമായ കാരണങ്ങളും അവശതകളും ഒക്കെ ഉണ്ടെങ്കിലോ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല നമുക്ക്, എങ്കിൽ അവർക്ക് ഇരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഫഇല്ലം തസ്തതിഉ ഫഖാഇദ, നിന്നാണ് നമസ്കരിക്കേണ്ടത്, അതിന് കഴിയില്ല എങ്കിൽ നീ ഇരുന്ന് നിസ്കരിക്കണം. അതിനും കഴിയില്ലേ, കിടന്നുകൊണ്ട് നിസ്കരിക്കണം. ഇനി കിടന്ന് നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ബോധമുണ്ട്, കണ്ണുകൊണ്ട് നിങ്ങൾ ആംഗ്യം കാണിച്ചിട്ടെങ്കിൽ നിസ്കരിക്കണം. അപ്പൊ നിസ്കാരം ഒഴിവല്ല, പക്ഷെ ആ അവസ്ഥകളൊക്കെ കണ്ടറിഞ്ഞ് അള്ളാഹു നമുക്ക് കുറെ ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഇതേപോലെ വരാനിരിക്കുന്ന നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പിന്റെ കാര്യത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ നിർബന്ധമായി യാത്ര പോകേണ്ട ആളുകൾ ഉണ്ടാകും, അതേപോലെ രോഗികളായിട്ടുള്ള ആളുകൾ ഉണ്ടാകും, ഗർഭിണികളായ സ്ത്രീകൾ ഉണ്ടാകും, മുലയൂട്ടുന്നവരുണ്ടാകും. ഇവരൊക്കെ നോമ്പ് ഒഴിവാക്കാൻ അള്ളാഹു അനുവാദം നൽകിയതാണ്. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, നോമ്പ് അവർക്കൊരു പ്രയാസവും ബുദ്ധിമുട്ടുമാകുമെങ്കിൽ മറ്റ് ദിവസങ്ങളിൽ അവർക്ക് നോമ്പെടുത്ത് വീട്ടിയാൽ മതി. നോമ്പെടുക്കൽ പ്രയാസകരമായിട്ടും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ചില ആളുകൾക്ക് നോമ്പ് വല്ലാത്ത ഒരു അവസ്ഥയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായാലും ഡോക്ടർമാർ പലരും പറഞ്ഞു നിങ്ങൾ നോമ്പെടുക്കരുത്, അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞാലും വാശി പിടിച്ച് നോമ്പ് പിടിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലെത്തുന്ന ആളുകൾക്ക് അതൊരു വാശി പോലെ, വാർദ്ധക്യമാണ് എങ്കിലും രോഗമാണെങ്കിലും അതേപോലെ യാത്രയാണെങ്കിലും ഒക്കെ അത്തരക്കാരുടെ ഈ വാശി പിടിച്ചുകൊണ്ടുള്ള അവർക്ക് തന്നെയും പ്രയാസമുണ്ടാക്കുന്ന, മറ്റുള്ളവർക്ക് ദ്രോഹമായി മാറുന്ന നോമ്പ് പുണ്യമല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഫർളായ നോമ്പ് വീടുകയില്ല ആ നോമ്പിലൂടെ. മാത്രമല്ല കുറ്റകരമാണ്. നമ്മൾ പുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് പുണ്യമല്ല, കുറ്റം കിട്ടും എന്ന് വരെയും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യാത്രയിൽ അങ്ങനെ ത്യാഗമായി പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസമുണ്ടായിട്ടും
നോമ്പ് ഒഴിവാക്കാൻ തയ്യാറല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആ വിശ്വാസികൾക്ക് പ്രയാസമാണ് എന്ന് കണ്ടിട്ട് പ്രവാചകന് പ്രയാസമുണ്ടായിട്ടല്ല, അവർക്കൊരു മാതൃകയാകാൻ അവർ മടിച്ചു നിന്നപ്പോൾ, നോമ്പ് മുറിക്കാൻ അവർ വൈമനസ്യം കാണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കാണുക വെള്ളം കുടിച്ചു എന്നാണ്. ഹദീസുകളിൽ കാണാം, അസ്റിന്റെ സമയമായി, ഇനി കുറച്ച് സമയമേ ഉള്ളൂ മഗ്‌രിബിലെ നോമ്പ് പൂർത്തിയാക്കാൻ. പക്ഷേ സഹാബത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ട് കനിവുള്ള ആർദ്രതയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് ഒഴിവാക്കി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോ അങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങളിൽ നോമ്പ് ഒഴിവാക്കാതെ നോമ്പെടുത്ത ആളുകളോട് പ്രവാചക തിരുമേനി പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സൗമു ഫിസ്സഫർ. അങ്ങനെ അവശതയും പ്രയാസവും ആരോഗ്യപരമായ ബുദ്ധിമുട്ടും ഒക്കെ പേറുന്ന രീതിയിൽ യാത്രയിൽ ഒരു നോമ്പെടുക്കൽ അത് പുണ്യമുള്ള നോമ്പല്ലാട്ടോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അള്ളാഹു നൽകിയ ഇളവ്, അതിന് നമ്മൾ അർഹരാണെങ്കിൽ ആ ഇളവ് സ്വീകരിക്കുന്നതാണ് പടച്ചറബിന് ഇഷ്ടം. തഖ്വ എന്ന് പറഞ്ഞാൽ ദീനിന്റെ നിയമങ്ങളും ശാസനകളും അനുസരിക്കൽ, ശരീരത്തെ പീഡിപ്പിക്കലും കുറെ ബുദ്ധിമുട്ടിക്കലുമാണ് എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുമായി ആ ധാരണക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പൊ നമ്മൾ അള്ളാഹു നൽകിയ ഒരു ഇളവ് സ്വീകരിക്കുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബു അൻ തുഅതാ റുഖസുഹു, അള്ളാഹു നൽകിയ ഇളവ് സ്വീകരിക്കൽ പടച്ചവന് ഇഷ്ടമാണ്. കമാ യക്റഹു അൻ തുഅതാ മഅസിയതു, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് അള്ളാഹ്ക്ക് എത്ര കണ്ട് വെറുപ്പുണ്ടോ അതുപോലെ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഇളവുകൾ നിങ്ങൾ സ്വീകരിക്കുന്നത് പടച്ചറബിന് പ്രിയങ്കരമാണ്, ഇഷ്ടമാണ് എന്നാണ്. അപ്പൊ യാത്രയിൽ നിസ്കാരം ചുരുക്കി നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കസറാക്കി നിസ്കരിക്കാൻ. അതിനെപ്പറ്റി പറഞ്ഞത് സദഖത്തുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു ദാനമാണ്, അത് നിങ്ങൾ സ്വീകരിച്ചുകൊള്ളുക. ഫഖ്ബലു സദഖതഹു, അള്ളാഹുവിന്റെ ദാനം നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ യാത്രയിൽ പൂർത്തിയായി നമസ്കരിച്ച് 4 റക്അത്തുള്ള നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘയാത്രകളിൽ ഒന്നിലും പൂർത്തീകരിച്ച് നമസ്കരിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു എന്ന് ഹദീസുകളിൽ വ്യക്തമാണ്. എന്നാലും പ്രയാസപ്പെട്ട് ഒരു ബുദ്ധിമുട്ടി നിസ്കാരം പൂർത്തീകരിച്ച് നിസ്കരിക്കലാണ് പുണ്യം എന്ന് കരുതുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തല്ല അവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് നോമ്പ് നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ ആരോഗ്യത്തോടുകൂടി ഈമാനികമായ കരുത്തോടുകൂടി ആ റമദാനിനെ വരവേൽക്കുവാനുള്ള മനസ്സും പ്രാർത്ഥനയും നമുക്കുണ്ടാകണം. എന്നാൽ രോഗമായ ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അള്ളാഹു നൽകിയ ഇളവാണ്. അതിന് നമുക്ക് പകരം ചെയ്യുവാൻ പറ്റുന്നത്, മറ്റ് സന്ദർഭങ്ങളിൽ നോമ്പെടുക്കുവാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്യണം. അല്ലാത്ത ആളുകൾക്ക് അള്ള പറഞ്ഞ ആ ഫിദിയ, പ്രായച്ചിത്തം കൊടുക്കുക എന്ന, പാവപ്പെട്ട ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ സംഗതി, അതും അള്ള പറഞ്ഞ നിയമം തന്നെയാണ്. അത് അനുസരിക്കുന്നതിൽ, അത് സ്വീകരിക്കുന്നതിൽ ഒരു വിഷമവും പ്രയാസവും നമുക്ക് തോന്നേണ്ടതില്ല. അതുകൊണ്ട് ദീൻ പ്രമാണങ്ങളിലൂടെ പഠിച്ച് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.